കൊല്ലത്ത് DMK നേതാവിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയ ശേഷം ആക്രമിച്ച കേസാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. പുനലൂർ സ്വദേശി രജി രാജിനെ മാരകായുധങ്ങളുമായി എത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. പുനലൂർ ശ്രീനാരായണ കോളേജിനെ മുൻവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലായിരുന്നു സംഭവം. ആക്രമണത്തിൽ രജി രാജിൻ്റെ ഇടതുകാലിനും വലത് കൈക്കും പരിക്കേറ്റു. ശരീരമാസകലം കമ്പിപ്പാര കൊണ്ട് മർദ്ദിച്ച പാടുകളുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. വടിവാൾ, കമ്പിപ്പാര തുടങ്ങിയ മാരകായുധങ്ങളുമായി കാറിലെത്തിയ 6-അംഗ സംഘമാണ് രജിരാജിനെ ക്രൂരമായി മർദ്ദിച്ചത്. ആക്രമണത്തിൽ രജിരാജിന്റെ ഇടതുകാലിനും വലതു കൈക്കും ഒടിവ് പറ്റി. ദേഹമാസകലം മർദ്ദനമേറ്റ പാടുകളാണ്. ദിവസങ്ങൾക്ക് മുമ്പ് പുനലൂർ നഗരസഭയിലെ ഒരു കൗൺസിലർ സമൂഹമാധ്യമത്തിലൂടെ ആക്രമണ ഭീഷണി മുഴക്കിയിരുന്നതായി രജിരാജ് പറയുന്നു. പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ എന്നെ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അയാൾ ഇന്ന് അവിചാരിതമായിട്ടോ അപ്രതീക്ഷിതമായിട്ടോ അല്ലെങ്കിൽ അയാളുടെ മനഃപൂർവ്വം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാവാനും സാധ്യതയുണ്ട്. അയാൾ ഉണ്ടായിരുന്നു. അയാൾ വന്നതിന് ശേഷമാണ് ഈ ആക്രമണം. അവരുടെ കൈ വാളുണ്ടായിരുന്നു, പിന്നെ കമ്പിവെടി ഉണ്ടായിരുന്നു. കൂടുതൽ പേരുടെയും കൈ കമ്പിവെടി, ഒരാളുടെയും വാള്. അല്ല, ഒരാൾ വെട്ടുകയും ചെയ്തു. പിന്നെ മറ്റുള്ളവർ കമ്പിക്ക് തലങ്ങും വിലങ്ങും അടിക്കുക. തലയ്ക്കാണ് അടിച്ചതല്ല, ഞാൻ ഈ കൈ വെച്ച് തടഞ്ഞതുകൊണ്ടാണ് ഈ കൈ പൊട്ടിയത്. അക്രമികൾ ഒരാൾ മുഖംമൂടി ധരിച്ചിരുന്നതായും രജിരാജ് പറഞ്ഞു. പോലീസ് നടത്തിയ പരിശോധനയിൽ അക്രമികൾ കാറിൽ സംഭവസ്ഥലത്തെത്തുന്നതിന്റെയും പിന്നീട് വാഹനം വേഗത്തിൽ ഓടിച്ചു പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2 മാസം മുമ്പ് TB ജംഗ്ഷനിലുള്ള DMK ഓഫീസിൽ മുഖംമൂടിധാരികൾ രജിരാജിനെ ആക്രമിക്കാനെത്തിയിരുന്നു. ഇയാൾ സ്ഥലത്തില്ലാതിരുന്നതിനാൽ ഓഫീസ് അടിച്ചു തകർത്താണ് സംഘം മടങ്ങിയത്. ആ കേസിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. രജിരാജിന്റെ പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പുനലൂർ.